ഹായ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ബീഫ് ഉപയോഗിച്ച് നല്ല ഒരു അടിപൊളി പോള തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്ന് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സവോള വഴറ്റിയെടുക്കണം. അപ്പോൾ ഓയിലിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്കതിലേക്ക് ഒരു ചെറിയ സവോള പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സവോള മതിയാവും കേട്ടോ, അത് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ സവോള വഴറ്റിയെടുക്കാം. സവോള ഇവിടെ വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു അര സ്പൂൺ മല്ലിപ്പൊടി, അര സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതെല്ലാം ചേർത്ത് വീണ്ടും നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെച്ചിരിക്കുന്ന ബീഫ് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അതും ഇട്ട് വീണ്ടും നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമുക്കൊരു 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. 2 മുട്ട പൊട്ടിച്ചൊഴിച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണ്ടത് പിന്നെ 4 ബ്രെഡാണ്. ബ്രെഡിൻ്റെ സൈഡൊന്നും കളയണ്ട, നമുക്കിത് ഇങ്ങനെ ചെറിയ പീസാക്കി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. സൈഡൊന്നും കളയേണ്ട ആവശ്യമില്ല. പിന്നെ മുട്ടയായതിൻ്റെ പേരിൽ നമ്മളൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള ഉപ്പും. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു അര ഗ്ലാസോളം പാല്, അര ഗ്ലാസ് അത്രയും തന്നെ പാല് മതി കേട്ടോ. പിന്നെ അതിൽ കൂടുതൽ വെള്ളം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനത് നല്ലതുപോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 4/1 ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നല്ലതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കളഞ്ഞതും എടുത്തിവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഞാനൊരു 2 മുട്ട എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്നും കൂടി അടിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെഡിയാക്കാം. ഒരു പാനിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം. അതിലേക്ക് നമ്മൾ ആദ്യം അടിച്ച് വെച്ച ആ ബ്രെഡും പാലെല്ലാം ചേർത്ത് അടിച്ച് വെച്ച ആ കൂട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് അതിനുശേഷം പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഫില്ലിങ്സ് നമ്മൾ ആദ്യം മസാലക്കൂട്ട് റെഡിയാക്കിയായിരുന്നല്ലോ, അത് ഇതിനകത്തേക്ക് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പം ഇത്രയും പരന്ന പാത്രം എടുക്കാതിരിക്കുവാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നമുക്ക് ഈ പോളയ്ക്ക് ഇത്തിരി കൂടെ കട്ടി കിട്ടും. ഇപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനത്തെ പാത്രം ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ഈ പരന്ന പാത്രം എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നമ്മളിനി ആ ഗ്രേറ്റ് ചെയ്ത് വെച്ചേർന്ന ബീറ്റ്റൂട്ടും അതിൻ്റെ മുകളിൽ വിതറിയിട്ട് കൊടുക്കും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കുറച്ച് കറിവേപ്പില ഒന്ന് കൈ കൊണ്ട് മുറിച്ച് അതും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ രണ്ടാമത് 2 മുട്ട മാത്രം അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കൂടെയൊക്കെ എല്ലായിടം കവറാകുമ്പോഴത്തേന് നമുക്ക് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ എല്ലായിടത്തു കൂടെയും ഒഴിച്ചു കൊടുക്കാം. ആ സൈഡുകളിൽ കൂടെ എല്ലാം നമുക്ക് നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പാനിൽ നിന്ന് വിട്ട് കിട്ടാൻ ഇത്തിരി പാടായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാം. ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. മുകളിൽ ഒരു കുറച്ചും കൂടെ വേവാനുണ്ട്. അടി നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതുപോലെ വേറൊരു പാനിലേക്ക് അത് കമഴ്ത്താം. അപ്പോൾ ഇത് ഞാൻ വേറൊരു പാനിലേക്ക് കമഴ്ത്തി എടുത്തിട്ടുണ്ട്. ഈ സൈഡും കൂടെ ഒരു 3 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. മറ്റേ പാനിൻ്റെ സൈഡിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ വിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതപ്പോൾ ഒരു അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം എന്താ ഇവിടെ മുട്ടയും ബ്രെഡും അതുപോലെ ബീഫൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പോള റെഡി ആയിട്ടുണ്ട്. അപ്പം ബീട്രൂട്ടൊക്കെ പൊതുവേ കുഞ്ഞുങ്ങൾ കഴിക്കാൻ വലിയ മടി കാണിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള സ്നാക്കുകളിലൊക്കെ നമ്മൾ ബീട്രൂട്ടൊക്കെ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.